ഹലോ ഹായ് നമസ്കാരം. നോളജ് വ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന +2 ഫിസിക്സിലെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ അകത്ത് പി സെമി കണ്ടക്ടർ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിലിക്കൺ ജർമ്മേനിയം എടുത്ത ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി, അലൂമിനിയം, ബോറോൺ, ഇൻഡിയം അതൊക്കെയായിരുന്നു എക്സാമ്പിൾസ്. അപ്പൊ അതിന്റെ വാലൻസ് 3ആണ്. അപ്പൊ ആലോചിച്ച് നോക്കാം, ഇതിന്റെ വാലൻസ് ഇപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ, ഇതാണ് നമ്മൾ എടുക്കുന്നത് ബോറോൺ ആണ് വിചാരിക്കും. ഇവിടെ ഞാൻ എഴുതാം ബോറോൺ, നമ്മുടെ ബോറോൺ ആണ്. അപ്പൊ ഇതിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ആണ് വാലൻസി. അപ്പൊ 3 ഇലക്ട്രോൺസ് ഉണ്ട് ഇതിന് ചുറ്റും. അത് തൊട്ടടുത്തുള്ള സിലിക്കൺ ആറ്റത്തിലെ 4 ഇലക്ട്രോൺസുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടണം. പക്ഷെ 4 എണ്ണമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടാനില്ല, 3 പേരേ ഉള്ളൂ. അപ്പൊ ഒരെണ്ണം ഒരു വേക്കൻറ്റ് സ്പേസ് ആയി, ശരിയല്ലേ? ഒരു സ്ഥലത്ത് എന്തില്ല, ഇലക്ട്രോൺ ഇല്ല ബോണ്ടിങ്ങിൽ ഏർപ്പെടാനായിട്ട്. അത് എന്തായിട്ട് വർദ്ധിക്കും? അത് ഒരു ഹോളായിട്ട് മാറും, അല്ലെ? അതൊരു ഹോളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ ഇതുപോലെ കുറെ ബോറോണുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഹോളിന്റെ എണ്ണം എന്ത് ചെയ്യും? കൂടും. ഹോളിന്റെ എണ്ണം കൂടും. അപ്പോൾ നേരത്തെ ഓൾറെഡി എങ്ങനെയായിരുന്നു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ Ni is equal to NH, Ne is equal to NH ആയിരുന്നു. ഹോൾസിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഈക്വൽ ആയിരുന്നു. അപ്പൊ നമ്മളൊരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ അതിൽ ആരുടെ എണ്ണം കൂടി? ഹോൾസിന്റെ എണ്ണം കൂടി. അപ്പോ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞനുസരിച്ച് ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് ആരായിരിക്കും? കൂടുതലുള്ളത് ആരായിരിക്കും? ഹോൾസ് ആയിരിക്കും. മൈനോറിറ്റി കാരിയേഴ്സ് ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നേരത്തെ പറയാൻ വിട്ടുപോയി. അതിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ അത് എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ കൊടുത്തു. അതിനെ നമ്മൾ ഇതിനെ വേറൊരു പേര് കൂടി വിളിക്കും, ഡോണർ ഇമ്പ്യൂരിറ്റി എന്നുകൂടി നമ്മുടെ പെന്റാവാലന്റ് ആറ്റത്തിനെ വിളിക്കും, ഡോണർ ഇമ്പ്യൂരിറ്റി. അതുപോലെ തന്നെ ട്രൈവാലന്റിൽ എന്ത് കൊടുക്കും? ഒരു ട്രൈവാലന്റിൽ നമ്മൾ പറയും അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണ്. മറ്റേത് ഡോണർ ഇമ്പ്യൂരിറ്റി, ഇതിനെ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ ഹോൾസിന്റെ എണ്ണം കൂടുതലും ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിരിക്കും. ഇതിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്, വായിച്ചു നോക്കാം.